നാവിലുള്ള നാഡീകോശങ്ങൾക്ക് ഭക്ഷണപദാർത്ഥത്തിൻ്റെ സ്പർശഗുണത്തെയും അതിൻ്റെ ഊഷ്മാവിനെയും തിരിച്ചറിയാൻ കഴിയും. ഭക്ഷണത്തിൻ്റെ മാർദ്ദവം, കാഠിന്യം, ക്രഞ്ചിനെസ്, ക്രിസ്പിനെസ് എന്നിവയെല്ലാം നാവിലെ സ്പർശനാഡികൾ തിരിച്ചറിയുന്നു. എരിവിനെ പലപ്പോഴും ഒരു രുചിയായി തെറ്റിദ്ധരിക്കാറുണ്ട്, എന്നാൽ അത് യഥാർത്ഥത്തിൽ ഒരു വേദനയുടെ സന്ദേശമാണ്. ചെറിയ ചൂടുള്ള ആഹാര പദാർത്ഥങ്ങൾ കൂടുതൽ രുചിയുള്ളതായി അനുഭവപ്പെടുന്നത് ഊഷ്മാവിന് രുചിമൂലങ്ങളെ ഉത്തേജിപ്പിക്കാൻ കഴിയുന്നതുകൊണ്ടാണ്. ഇനിയുള്ളത് കാഴ്ച അനുഭവമാണ്. ഈറ്റിംഗ് വിത്ത് അവർ ഐസ്. ചുവപ്പ് നിറം മധുരവുമായും മഞ്ഞയും പച്ചയുമൊക്കെ ചവർപ്പും കയ്പുമായും നാം ബന്ധിപ്പിച്ചിരിക്കുന്നു. ഭക്ഷണ പദാർത്ഥങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ അറിയാതെ തന്നെ ശ്രദ്ധിക്കാറുണ്ട്. മാത്രമല്ല, ഭക്ഷണം വിളമ്പുന്ന പാത്രത്തിൻ്റെ നിറവും ആകൃതിയും പാത്രത്തിലുള്ള ഭക്ഷണത്തിൻ്റെ ക്രമീകരണവുമെല്ലാം നമ്മുടെ തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്നുണ്ട്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്ന ശബ്ദത്തിനും രുചിയെ സ്വാധീനിക്കാൻ കഴിയും. പഠനങ്ങൾ പറയുന്നത് താഴ്ന്ന ശബ്ദങ്ങൾ മധുരവും ചവർപ്പുമായും, ഉയർന്ന ശബ്ദങ്ങൾ കയ്പുമായും, മൃദുവായ ശബ്ദങ്ങൾ ക്രീം പോലെയുള്ളവയുമായും